എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച് വന്നിട്ടുള്ള 10 തിയറി ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഓരോ ചോദ്യങ്ങളും ശ്രദ്ധിച്ച് പഠിക്കുക. ആവശ്യമെങ്കിൽ നോട്ടുകൾ എഴുതിയെടുക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ മൊഡ്യൂളിൽ നിന്ന് തിയറി ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചു പോയാൽ മതിയാവില്ല. കൂടെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് കൂടി പഠിച്ചു വെക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണം. ഇനി വൈകിക്കാതെ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ഡിഫൈൻ ദ ടേംസ് സ്പീഡ്, വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ. 3 മാർക്കിൻ്റെ ചോദ്യമാണ്. ഏപ്രിൽ 2018, ഒക്ടോബർ 2018, ഒക്ടോബർ 2019 ഇങ്ങനെ കുറേയധികം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. നമുക്ക് ആദ്യം ഓരോ ടേംസും എന്താണെന്ന് നോക്കാം. സ്പീഡ് എന്താണെന്ന് നോക്കാം. സ്പീഡിൻ്റെ ഇക്വേഷൻ നമുക്ക് ആദ്യം ഒന്ന് പഠിച്ചു വെക്കാം. സ്പീഡിൻ്റെ ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ ടൈം എന്നാണ്. ഇനി അതിനെ നമുക്ക് ഇംഗ്ലീഷിലേക്കൊന്ന് മാറ്റിയാൽ മതി. സ്പീഡ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജക്റ്റ് ഇൻ യൂണിറ്റ് ടൈം. എന്താണ് ഇതിൻ്റെ അർത്ഥം? യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡാണ്. ഒരു സെക്കൻഡ് കൊണ്ട് ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് സ്പീഡ്. ഒരു സെക്കൻഡ് കൊണ്ട് ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. നമുക്ക് ഇതേ ഇക്വേഷനിൽ നിന്ന് തന്നെ സ്പീഡിൻ്റെ യൂണിറ്റും കിട്ടും. സ്പീഡിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. എങ്ങനെയാണ് ആ യൂണിറ്റ് കിട്ടുന്നത്? ഏതൊരു ഇക്വേഷനിൽ നിന്നും ഒരു യൂണിറ്റ് കിട്ടാൻ എളുപ്പമാണ്. ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്, അത് മേലെ വരും. ബൈ ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്, അത് താഴെ വരും. അങ്ങനെയാണെങ്കിൽ സ്പീഡിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. ഇനി സ്പീഡ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ഒരു സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. ഡയറക്ഷൻ പറയേണ്ട ആവശ്യമില്ലാത്തൊരു ക്വാണ്ടിറ്റിയാണ് സ്കേലാർ ക്വാണ്ടിറ്റി. അപ്പോൾ സ്പീഡ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ഇനി വെലോസിറ്റി എന്താണെന്ന് നോക്കാം. നമ്മൾ സ്പീഡ് പഠിച്ച പോലെ തന്നെയാണ് നമ്മൾ വെലോസിറ്റിയും പഠിക്കാൻ പോകുന്നത്. ആദ്യം ഇക്വേഷനാണ് പഠിക്കുന്നത്. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ഇനി ഈ ഇക്വേഷനെ ഇംഗ്ലീഷിലേക്ക് മാറ്റിയാൽ മതി. എങ്ങനെ? വെലോസിറ്റി ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ യൂണിറ്റ് ടൈം. യൂണിറ്റ് ടൈം എന്ന് വെച്ചാൽ ഒരു സെക്കൻഡാണ്. ഒരു സെക്കൻഡിലുണ്ടായ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വെലോസിറ്റി. യൂണിറ്റ് നമുക്ക് ഇക്വേഷനിൽ നിന്ന് കിട്ടും. ഇക്വേഷൻ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് മീറ്ററും ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡുമാണ്. അതുകൊണ്ട് വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റിയും ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള ഒരു ക്വാണ്ടിറ്റിയാണ്. ഇനി ആക്സലറേഷൻ്റെയും ഇക്വേഷനാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. അതായത് ആക്സലറേഷൻ ഈസ് ദ ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻ യൂണിറ്റ് ടൈം. ഒരു സെക്കൻഡ് സമയം കൊണ്ടുണ്ടായ വെലോസിറ്റി ചേഞ്ചാണ് ആക്സലറേഷൻ. നമുക്കത് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാക്കാൻ ഒരു ഇക്വേഷൻ എഴുതിയാൽ മതി. എ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. ഇതിൽ വി എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റിയാണ്, യു എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി. അപ്പോൾ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടൈം. ഇതാണ് ആക്സലറേഷൻ്റെ ഇക്വേഷൻ. ഇവിടെ നിന്ന് നമുക്ക് ആക്സലറേഷൻ ഒരു യൂണിറ്റും കണ്ടെത്താൻ പറ്റും. ആക്സലറേഷൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. താഴെയുള്ള ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡാണ്. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെ ആക്സലറേഷൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. അവസാനമായിട്ട് നമുക്കൊരു പോയിന്റ് കൂടി എഴുതണം. ആക്സലറേഷൻ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. വെലോസിറ്റി പറഞ്ഞ പോലെ ആക്സലറേഷനും മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കൂടിയുള്ള ഒരു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ് ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ. ഡെഡ്യൂസ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം യൂസിങ് ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ. ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ അല്ലെങ്കിൽ ലോസ് ഓഫ് മോഷൻസ് 3 ഉണ്ട്. അതിൽ തേർഡ് ലോ ഓഫ് മോഷൻ സ്റ്റേറ്റ് ചെയ്യാനും അത് വെച്ച് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം പ്രൂവ് ചെയ്ത് കാണിക്കാനുമാണ് ക്വസ്റ്റ്യൻ. 6 മാർക്കിൻ്റെ ചോദ്യമാണ്. കുറേയധികം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളൊരു ചോദ്യമാണ്. നമുക്കിതിൻ്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ആദ്യം ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും.
ടു എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. എല്ലാ ആക്ഷനും ഒരു ഈക്വലും ഓപ്പോസിറ്റുമായ ഒരു റിയാക്ഷൻ ഉണ്ടായിരിക്കും. ഇത് നമുക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ മനസ്സിലാക്കാൻ എ എന്ന ലെറ്ററിനെ നമ്മൾ ആക്ഷൻ എന്നെടുക്കുകയാണ്. ആർ എന്ന് പറയുന്നത് റിയാക്ഷൻ. അങ്ങനെയാണെങ്കിൽ ന്യൂട്ടൻ്റെ തേർഡ് ലോ ഓഫ് മോഷൻ പ്രകാരം നമുക്കത് ഇങ്ങനെ എഴുതാം: എ ഈസ് ഈക്വൽ ടു മൈനസ് ആർ. ഇനി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എന്താണെന്ന് ആദ്യം ഒന്ന് പറയാം. ഇത് പറയുന്നത് ഒരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ മൊമെൻറ്റം എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഒരു കണ്ടീഷൻ ഉണ്ട് അവിടെ, എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലാത്തപ്പോൾ. നമുക്ക് എങ്ങനെയാണ് അതിനെ ഇംഗ്ലീഷിലേക്ക് പറയാം? ദ ടോട്ടൽ മൊമെൻറ്റം ഓഫ് എ സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ഇഫ് ദർ ഈസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ്. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി നമുക്കതിനെ പ്രൂവ് ചെയ്യാം. ആദ്യം ഈ ഫിഗറിലേക്ക് ഒന്ന് നോക്കുക. ഈ ഫിഗർ ഞാൻ ആദ്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ രണ്ട് ഒബ്ജക്റ്റുകളെ കാണിച്ചിട്ടുണ്ട്, M1 M2 എന്ന് പറയുന്ന രണ്ട് ഒബ്ജക്റ്റുകൾ. M1ന് U1 എന്ന് പറയുന്ന ഒരു വെലോസിറ്റി ഉണ്ട്, M2ന് U2 എന്ന് പറയുന്ന ഒരു വെലോസിറ്റി ഉണ്ട്. ഈ രണ്ട് ഒബ്ജക്റ്റുകളും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ക്ലോസ്ഡ് സിസ്റ്റത്തിൻ്റെ ഉള്ളിലാണെന്ന് നമ്മൾ സങ്കല്പിക്കുക. ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിലാണ്. ഇനി ഇവിടെ സംഭവിക്കുന്നത് ഈ രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിൽ കൊളൈഡ് ചെയ്യുകയാണ്, കൂട്ടിമുട്ടുകയാണ്. ഈ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ അവയുടെ വെലോസിറ്റിയിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ M1ൻ്റെ വെലോസിറ്റി V1 ആയി മാറുന്നുണ്ട്, M2ൻ്റെ വെലോസിറ്റി V2 ആയി മാറുന്നുണ്ട്. ഇനി ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളിഷൻ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ് നമ്മൾ. ആദ്യം മൊമെൻറ്റം എന്ന് പറയുന്നത് എന്താണെന്നൊന്ന് മനസ്സിലാക്കാം. മൊമെൻറ്റം എന്ന് പറയുന്നത് മാസിൻ്റെയും വെലോസിറ്റിയുടെയും പ്രൊഡക്റ്റാണ്. മാസ് ഇൻറ്റു വെലോസിറ്റിയാണ് മൊമെൻറ്റം. അപ്പോൾ ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളിഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ ഒബ്ജക്റ്റിൻ്റെ മൊമെൻറ്റം M1 U1 ആണ്, രണ്ടാമത്തെ ഒബ്ജക്റ്റിൻ്റെ മൊമെൻറ്റം M2 U2 ആണ്. അപ്പോൾ അത് രണ്ടും കൂടി കൂട്ടി വെച്ചാൽ മതി, M1 U1 പ്ലസ് M2 U2. ഇനി ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളിഷൻ എന്താണെന്ന് നോക്കാം. ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളിഷൻ M1 V1 പ്ലസ് M2 V2 ആണ്. കാരണം കൊളിഷന് ശേഷം ഒബ്ജക്റ്റുകളുടെ വെലോസിറ്റി മാറിയിട്ടുണ്ട്. ആദ്യത്തെ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി V1ഉം രണ്ടാമത്തേതിൻ്റെ V2 ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളിഷൻ നമുക്ക് ഇങ്ങനെ കിട്ടിയത്. നമ്മൾ അത് രണ്ടും അവിടെ കണ്ടുവച്ചതിൻ്റെ ശേഷം വെൻ ദേ കൊളൈഡ്, അവർ കൂട്ടിമുട്ടുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നെഴുതുകയാണ്. ആക്ഷൻ ഈസ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ M2 ഡ്യൂ ടു M1. M1 കാരണം M2ൻ്റെ മേലെ കിട്ടിയ ഫോഴ്സാണ് ആക്ഷൻ. അപ്പോൾ ആദ്യം ഉണ്ടായതാണ് ആക്ഷൻ എന്ന് മനസ്സിലാക്കിയാൽ മതി. ആക്ഷനെ നമുക്ക് ഇങ്ങനെ എഴുതാം: M2 V2 മൈനസ് M2 U2 ബൈ T. M2നെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് M2 ആണ് ഇക്വേഷനിൽ വരുന്നത്. M2 V2 മൈനസ് M2 U2 ബൈ T. ഈ ഇക്വേഷൻ എങ്ങനെയാണ് വന്നത് എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് ഫോഴ്സിൻ്റെ ഇക്വേഷനാണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ആണ് ഫോഴ്സ്. അപ്പോൾ ഫോഴ്സിൻ്റെ ഇക്വേഷൻ തന്നെയാണ് ഈ കാണുന്നത്. ഇനി നമ്മൾ റിയാക്ഷൻ എന്താണെന്ന് പറയുകയാണ്. റിയാക്ഷൻ ഈസ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ M1 ഡ്യൂ ടു M2. M2 കാരണം M1ൻ്റെ മേലൊരു ഫോഴ്സ് കിട്ടും. ന്യൂട്ടൻ്റെ തേർഡ് ലോ പ്രകാരമാണ് നമ്മളിത് പറയുന്നത്. റിയാക്ഷൻ ഈസ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ M1. അങ്ങനെയാണെങ്കിൽ നമുക്ക് റിയാക്ഷൻ്റെ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം: റിയാക്ഷൻ ഈസ് ഈക്വൽ ടു M1 V1 മൈനസ് M1 U1 ബൈ T. ഇതും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം തന്നെയാണ്. M1 V1 എന്ന് പറയുന്നത് ഫൈനൽ മൊമെൻറ്റമാണ്. രണ്ടാമത്തെ M1 എന്ന് പറയുന്ന ആദ്യത്തെ ഒബ്ജക്റ്റിൻ്റെ ഫൈനൽ മൊമെൻറ്റം മൈനസ് അതിൻ്റെ ഇനീഷ്യൽ മൊമെൻറ്റം ബൈ T. അപ്പോഴാണ് നമുക്ക് റിയാക്ഷൻ കിട്ടുന്നത്. ഇനി നമുക്ക് ന്യൂട്ടൻ്റെ തേർഡ് ലോ പ്രകാരം എങ്ങനെ എഴുതാൻ പറ്റും ഇതിനെ നോക്കാം. ആക്ഷൻ ഈസ് ഈക്വൽ ടു മൈനസ് റിയാക്ഷൻ. ന്യൂട്ടൻ്റെ തേർഡ് ലോയിൽ നിന്നാണ് നമുക്കിത് കിട്ടുന്നത്. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ നേരത്തെ കണ്ടുവച്ച ആക്ഷനും റിയാക്ഷനും ഈ ഇക്വേഷനിലേക്ക് കൊടുക്കുകയാണ്. ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നത് താഴെ കിടക്കുന്ന ടൈമിൻ്റെ ടേം ക്യാൻസൽ ചെയ്തു പോകും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഈ കാണുന്നത് പോലെയാവും. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ മൈനസ് ഓഫ് M1 V1 മൈനസ് M1 U1 എന്ന് കാണാൻ പറ്റും. ആ മൈനസിനെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കൊടുത്താൽ ആ മൈനസ് മൈനസ് M1 V1 എന്നായി മാറും. മൈനസും മൈനസും കൂടി പ്ലസ് ആയി മാറി M1 U1 എന്നുമായി മാറും വലതുഭാഗത്ത്. ഇനി നമ്മൾ ചെയ്യുന്നത് യുവിൻ്റെ ടേമിനെ ഒരു സൈഡിലേക്കും വിയുടെ ടേമിനെ മറ്റേ സൈഡിലേക്കും മാറ്റുകയാണ്.
അപ്പോൾ ഇടത് ഭാഗത്തുള്ള -m2u2നെ നമ്മൾ റൈറ്റ് സൈഡിലേക്കും വലത് ഭാഗത്തുള്ള -m1v1നെ ലെഫ്റ്റ് സൈഡിലേക്കും കൊണ്ടുപോവുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നെഗറ്റീവ് സമത്തിനപ്പുറം പോകുമ്പോൾ പോസിറ്റീവായി മാറും. അപ്പോൾ നമുക്ക് ഈ കാണുന്നത് പോലെ ഇക്വേഷൻ കിട്ടും. m1u1 പ്ലസ് m2u2 ഇസ് ഈക്വൽ ടു m1v1 പ്ലസ് m2v2. വളരെ എളുപ്പമാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ടുവച്ച ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളിഷനും ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളിഷനുമാണ്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളിഷൻ കിട്ടിയിട്ടുണ്ട്, റൈറ്റ് സൈഡിൽ ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളിഷനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്തത് എന്താണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റത്തിനെ നമ്മൾ പ്രൂവ് ചെയ്യുകയാണ് ചെയ്തത്. നമുക്ക് എന്ത് കിട്ടി? ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളിഷൻ ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളിഷൻ. ഇതിൻ്റെ അർത്ഥം ഒരു സിസ്റ്റത്തിൽ ടോട്ടൽ മൊമെൻറ്റം എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നാണല്ലോ. അങ്ങനെ നമ്മൾ ഇത് പ്രൂവ് ചെയ്തു. ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമായിട്ട് ഇത് പഠിച്ചു പോകണം. കുറേയധികം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് SI ഓവർ ഓൾ അതർ യൂണിറ്റ് സിസ്റ്റംസ്? 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ പാർട്ട് എയിൽ സ്ഥിരമായിട്ട് ചോദിച്ച് കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കുറേയധികം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഇത് കണ്ടിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് നമ്മൾ ഇതിനെ ആൻസർ ചെയ്യാൻ നോക്കാം. SI യൂണിറ്റ് സിസ്റ്റത്തിൻ്റെ മേന്മകൾ, ഗുണമേന്മകൾ എന്തൊക്കെയാണ് എന്നാണ് ചോദ്യം. കുറേയധികം യൂണിറ്റ് സിസ്റ്റംസ് ഉണ്ട്. CGS, FPS ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിനേക്കാളൊക്കെ മേന്മ എന്താണ് SI യൂണിറ്റ് സിസ്റ്റത്തിനുള്ളത് എന്നാണ് ചോദ്യം. 2 മാർക്കേ ഉള്ളൂ, പോയിന്റ് മാത്രം എഴുതി വെച്ചാൽ മതി. നമുക്ക് ആദ്യത്തെ പോയിന്റ് നോക്കാം. SI ഈസ് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് സിസ്റ്റം. ഇത് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആണ്, എവിടെയും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. രണ്ടാമത്തത്, SI ഈസ് എ കൊഹറൻറ്റ് സിസ്റ്റം. ഒരു കൊഹറൻറ്റ് സിസ്റ്റം എന്ന് വെച്ചാൽ നമുക്ക് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയുടെ യൂണിറ്റിനെ മറ്റു ക്വാണ്ടിറ്റികളുടെ യൂണിറ്റിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഒരു കൊഹറൻറ്റ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. ഏരിയയുടെ ഇക്വേഷൻ നമുക്കറിയുന്നതാണ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്, ബ്രെഡ്ത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ആ ഇക്വേഷനിൽ നിന്ന് മീറ്റർ ഇൻറ്റു മീറ്റർ എന്ന രൂപത്തിൽ മീറ്റർ സ്ക്വയറിലേക്ക് എത്താൻ പറ്റും. ഇതുകൊണ്ടാണ് നമ്മൾ ഈ സിസ്റ്റത്തിനെ ഒരു കൊഹറൻറ്റ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അടുത്ത പോയിന്റ്, ഇറ്റ് ഈസ് എ കോംപ്രഹെൻസീവ് സിസ്റ്റം എന്നാണ്. കോംപ്രഹെൻസീവ് എന്ന് വെച്ചാൽ സയൻസിൻ്റെയും ടെക്നോളജിയുടെയും ഏത് ബ്രാഞ്ചിലുള്ള ഏത് ക്വാണ്ടിറ്റിയെയും നമുക്ക് SI യൂണിറ്റ് സിസ്റ്റത്തിലുള്ള 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇതൊരു കോംപ്രഹെൻസീവ് സിസ്റ്റം ആണെന്ന് പറയുന്നത്. അടുത്ത പോയിന്റ്, ഇറ്റ് റിക്വയർസ് നോ സെപ്പറേറ്റ് പ്രാക്ടിക്കൽ യൂണിറ്റ്സ്. പ്രാക്ടിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകം യൂണിറ്റുകളുടെ ആവശ്യം ഇതിനില്ല. അവസാനത്തെ പോയിൻ്റായിട്ട്, ലാർജർ ആൻഡ് സ്മോളർ യൂണിറ്റ്സ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് മൾട്ടിപ്പിൾസ് ആൻഡ് സബ് മൾട്ടിപ്പിൾസ് ഓഫ് 10 എന്നെഴുതാം. അതായത് 10ൻ്റെ ഗുണിതങ്ങളായിട്ടും ഹരണങ്ങളായിട്ടും വലിയ യൂണിറ്റുകളെയും ചെറിയ യൂണിറ്റുകളെയും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നീളത്തിൻ്റെ ലെങ്ത്തിൻ്റെ യൂണിറ്റാണ് മീറ്റർ. ലെങ്ത്തിൻ്റെ ഒരു വലിയ യൂണിറ്റാണ് കിലോമീറ്റർ. ഈ കിലോമീറ്റർ എന്ന് പറയുന്നതിനെ നമുക്ക് 10⁻³ മീറ്റർ എന്ന് കാണിക്കാൻ പറ്റും. ഇത് 10ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണല്ലോ. അതുപോലെ സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ലെങ്ത്തിൻ്റെ ഒരു ചെറിയ യൂണിറ്റാണ്. അതിനെ 10⁻² മീറ്റർ എന്ന് കാണിക്കാൻ പറ്റും. അതുകൊണ്ട് ഒരു സബ് മൾട്ടിപ്പിൾ ആണത്. 10ൻ്റെ ഒരു സബ് മൾട്ടിപ്പിൾ ആണ്. ഈ ഒരു ഫെസിലിറ്റി കൂടി നമുക്ക് SI യൂണിറ്റ് സിസ്റ്റത്തിലുണ്ട്. അപ്പോൾ ഇത്രയാണ് SI യൂണിറ്റ് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ്. 4ാമത്തെ ചോദ്യം, റൈറ്റ് ദ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഫോർ എ ബോഡി. അതിന് 2 പാർട്ടുകളുണ്ട്. ഒന്ന്, മൂവിങ് അപ്വാർഡ്സ് അണ്ടർ ഗ്രാവിറ്റി. 2, മൂവിങ് ഡൗൺവാർഡ്സ് അണ്ടർ ഗ്രാവിറ്റി. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. കുറേയധികം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ വേണ്ടത് ഇക്വേഷൻസ് ഓഫ് മോഷൻ എഴുതുകയാണ്. 2 കേസാണുള്ളത്. ഒന്ന്, ഒബ്ജക്റ്റിനെ നമ്മൾ നേരെ മേലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും അതിൻ്റെ ഇക്വേഷൻസ് ഓഫ് മോഷൻ. 2, ഒരു ഒബ്ജക്റ്റ് മുകളിൽ നിന്ന് താഴേക്ക് ഫ്രീ ആയിട്ട് പതിക്കുമ്പോൾ അതിൻ്റെ ഇക്വേഷൻസ് എന്തായിരിക്കും. ഇതാണ് നമുക്ക് എഴുതാനുള്ളത്. വളരെ എളുപ്പമാണ്. നമുക്ക് ആദ്യം ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്താണെന്ന് നോക്കാം.
മൂന്നെണ്ണം ഇക്വേഷൻസ് ഓഫ് മോഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ആദ്യത്തത് വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. ഇവിടെ നമ്മൾ പഠിച്ചു വെക്കേണ്ട ടേംസ് ഉണ്ട്. വി എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റിയാണ്, യു ഇനീഷ്യൽ വെലോസിറ്റി, എ എന്നത് ആക്സലറേഷനും ടി ടൈമുമാണ്, എസ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ ഇത്രയും ടേംസ് നമുക്കറിയാമെങ്കിൽ ഈ മൂന്ന് ഇക്വേഷൻസ് വളരെ സിമ്പിളായിട്ട് ഓർത്തു വെക്കാൻ പറ്റും. വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി, എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഇതാണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ. ഇനി നമുക്ക് രണ്ട് കേസുകളാണുള്ളത്. ഒന്ന് മൂവിങ് അപ്വേർഡ് സെൻറ്റർ ഗ്രാവിറ്റി, രണ്ട് മൂവിങ് ഡൗൺവേർഡ് സെൻറ്റർ ഗ്രാവിറ്റി. നമുക്ക് ആദ്യം ഡൗൺവേർഡ് മോഷൻ നോക്കാം. ഒരു ഒബ്ജക്റ്റ് മുകളിൽ നിന്ന് ഫ്രീ ആയിട്ട് താഴേക്ക് പതിക്കുന്നതാണ് ഇവിടുത്തെ കേസ്. അവിടെ എ ഈസ് ഈക്വൽ ടു ജി ആണ്. ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് എർത്ത് എല്ലാ ഒബ്ജക്റ്റുകളെയും അതിൻ്റെ സെൻറ്ററിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രീ ആയിട്ട് താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്ന, ഗ്രാവിറ്റിക്ക് വിധേയമായി താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് അതിനൊരു ആക്സലറേഷൻ കൈവരും. ആ ആക്സലറേഷനെയാണ് നമ്മൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ ആക്സലറേഷൻ നമ്മൾ ജി എന്നെടുത്തത്. അപ്പോൾ എ ഈസ് ഈക്വൽ ടു ജി ആണ്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻസ് എന്തായി മാറും? വി ഈസ് ഈക്വൽ ടു യു പ്ലസ് ജി ടി, യു പ്ലസ് എ ടി എന്നതിന് പകരം യു പ്ലസ് ജി ടി, എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ, വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2gs. ഇനി അപ്വേർഡ് മോഷൻ നോക്കാം. അപ്വേർഡ് മോഷനിൽ വ്യത്യാസം വരുന്നത് ആക്സലറേഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയി മാറും. എ എന്ന് പറയുന്നത് മൈനസ് ജി ആയി മാറും. ഇനി ഇക്വേഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. വി ഈസ് ഈക്വൽ ടു യു മൈനസ് ജി ടി. നേരത്തെ യു പ്ലസ് ജി ടി ആയിരുന്നു, ഇവിടെ അപ്വേർഡ് മോഷൻ ആയതുകൊണ്ട് യു മൈനസ് ജി ടി. എസ് ഈസ് ഈക്വൽ ടു യു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ, വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ മൈനസ് 2gs. ഇത്രയേ ഉള്ളൂ. ഇതാണ് 6 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ഒരു പ്രാവശ്യമൊന്നല്ല, കുറേ തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. നിർബന്ധമായിട്ട് ഇത്. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആൻഡ് ഡെഡ്യൂസ് ദ എക്സ്പ്രഷൻ ഫോർ ഫോഴ്സ്. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ സ്റ്റേറ്റ് ചെയ്യുക, അതിൽ നിന്ന് ഫോഴ്സിനൊരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കുക. ഇതാണ് ചോദ്യം. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. പല തവണ റിപ്പീറ്റ് ചെയ്തു വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് ആദ്യം ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ എന്താണെന്ന് നോക്കാം. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഫോഴ്സിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഫോഴ്സിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. മാത്രമല്ല അത് ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷനിലും ആയിരിക്കും. ഇനി എങ്ങനെയാണ് അതിൻ്റെ ഡെഫിനിഷൻ നമുക്കത് എഴുതി വെക്കാൻ പറ്റുക എന്ന് നോക്കാം. സ്റ്റേറ്റ്സ് ദാറ്റ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് എ ബോഡി ഈസ് പ്രൊപ്പോർഷണൽ ടു ദ എക്സ്റ്റേണൽ ഫോഴ്സ് ആൻഡ് ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ്. ഓക്കെ, ഇത് നമുക്ക് മാത്തമാറ്റിക്കലായിട്ട് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുക? എഫ് പ്രൊപ്പോർഷണൽ ടു എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി. ഇവിടെ എം എന്ന് വെച്ചാൽ അത് മാസ്സാണ്, വി ഫൈനൽ വെലോസിറ്റി, യു ഇനീഷ്യൽ വെലോസിറ്റി, ടി ടൈം. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഫോഴ്സ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റത്തിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ് എന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് ഫോഴ്സിനൊരു ഇക്വേഷനാണ്. ഫോഴ്സിൻ്റെ ഇക്വേഷന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ആണ് എടുക്കുന്നത്. നമുക്കറിയാം എം വി മൈനസ് എം യു ബൈ ടി എന്ന് പറയുന്നതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. എം വി എന്ന് പറയുന്നത് ഫൈനൽ മൊമെൻറ്റമാണ്, എം യു ഇനീഷ്യൽ മൊമെൻറ്റമാണ്. ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനീഷ്യൽ മൊമെൻറ്റം ബൈ ടൈം ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പ്രകാരം നമുക്കതിനെ ഇങ്ങനെ എഴുതാലോ, എഫ് പ്രൊപ്പോർഷണൽ ടു എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി. ഇവിടെ വി മൈനസ് യു ബൈ ടി എന്താണെന്ന് നമുക്കറിയാം. എന്താണ് വി മൈനസ് യു ബൈ ടി? അത് ആക്സലറേഷനാണ്. ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടൈം, ആക്സലറേഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വി മൈനസ് യു ബൈ ടി എന്നതിന് പകരം ആക്സലറേഷൻ എഴുതിയാൽ പോരെ. അപ്പോൾ എഫ് പ്രൊപ്പോർഷണൽ ടു എം എ എന്ന് കിട്ടും. ഇവിടെ ഈ പ്രൊപ്പോർഷണൽ ടു എന്ന് പറയുന്ന സൈൻ മാറ്റിയിട്ട് നമുക്ക് അവിടെ ഒരു ഈക്വൽ ടു എന്ന് പറയുന്ന സൈൻ വേണം. എന്നാലേ നമുക്കിതൊരു ഇക്വേഷനായിട്ട് കിട്ടുള്ളൂ.
ഈക്വൽ ടു എന്ന് പറയുന്ന സൈൻ ഇടണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എം എ. കെ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ വാല്യൂ 1 ആണ്. അങ്ങനെയാണെങ്കിൽ അവസാനം ഇക്വേഷൻ എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന് കിട്ടും. ഇതാണ് ഫൈനൽ ഇക്വേഷൻ. ഇത് ഫോഴ്സിൻ്റെ ഇക്വേഷനാണ്. ഇതിൻ്റെ അർത്ഥം മാസ് ഇൻറ്റു ആക്സലറേഷൻ ചെയ്താൽ അത് ഫോഴ്സാണ്. ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നൊരു യൂണിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഫോഴ്സിൻ്റെ യൂണിറ്റ് മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാമും ആക്സലറേഷൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും ആയതുകൊണ്ട് ഫോഴ്സിൻ്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അല്ലെങ്കിൽ ഇതിനെ നമ്മൾ ന്യൂട്ടൺ എന്നും വിളിക്കാറുണ്ട്. ന്യൂട്ടൺ എന്ന് എഴുതുമ്പോൾ സ്മോൾ ലെറ്റർ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. സിമ്പിൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ എൻ ആയിരിക്കണം. ഇത്രയാണ് നമുക്ക് ഫോഴ്സിൻ്റെ ഇക്വേഷൻ ഡെഡ്യൂസ് ചെയ്യാനുള്ളത്. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡിറൈവ് ദ ഇക്വേഷൻ ഫോർ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ ബോഡി ഡ്യൂറിങ് ദ nth സെക്കൻഡ് ഓഫ് ഇറ്റ്സ് മോഷൻ. ഒരു ഒബ്ജക്റ്റ് അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ nth സെക്കൻഡിൽ അത് സഞ്ചരിച്ച ദൂരം എത്രയാണെന്ന് കണ്ടെത്തണം. അതിനുവേണ്ടി ഒരു ഇക്വേഷനെ ഡിറൈവ് ചെയ്യണം. അതാണ് ചോദ്യം. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഈ nth സെക്കൻഡ് എന്ന് പറയുന്നത് അത് 10ാമത്തെ സെക്കൻഡ് ആവാം, 50ാമത്തെ സെക്കൻഡ് ആവാം, 20ാമത്തെ സെക്കൻഡ് ആവാം, എങ്ങനെ വേണേലും ആവാം. ഇത് ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിർബന്ധമായിട്ട് ഇത് പഠിച്ചിട്ടേ പോകാവൂ. നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മുടെ കയ്യിലുള്ള ഒരു ഐഡിയ, ഒരു 10 സെക്കൻഡുകൾ കൊണ്ട് ഒരു ഒബ്ജക്റ്റ് എത്ര ദൂരം സഞ്ചരിച്ചു എന്നുള്ളത് നമുക്കറിയാമെന്ന് വെക്ക്. അതുപോലെ 9 സെക്കൻഡുകൾ കൊണ്ട് അത് എത്ര ദൂരം സഞ്ചരിച്ചു എന്നുള്ളതും അറിയാം എന്ന് വിചാരിക്കും. നമുക്ക് വേണ്ടത് ഈ ഒബ്ജക്റ്റ് 10ാമത്തെ സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരമാണ്. അതിനുവേണ്ടി നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? 10 സെക്കൻഡുകൾ കൊണ്ട് സഞ്ചരിച്ച ദൂരത്തിൽ നിന്ന് 9 സെക്കൻഡുകൾ കൊണ്ട് സഞ്ചരിച്ച ദൂരം കുറച്ചാൽ പോരെ? അപ്പോൾ എന്തായിരിക്കും നമുക്ക് കിട്ടുക? 10ാമത്തെ സെക്കൻഡിൽ അത് സഞ്ചരിച്ച ദൂരം കിട്ടൂലേ? ഇത് തന്നെയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി വരിക ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടെത്താനുള്ള ഇക്വേഷനാണിത്. എസ് എന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, യു ഇനീഷ്യൽ വെലോസിറ്റി, ടി ടൈമാണ്, എ ആക്സലറേഷൻ ആണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ എസ് എൻ അല്ലെങ്കിൽ nth സെക്കൻഡിൽ അത് എത്ര ദൂരം സഞ്ചരിച്ചു എന്നുള്ളത് കണ്ടെത്താൻ പോകുന്നത്. നമുക്ക് ഓരോ സ്റ്റെപ്പുകളായിട്ട് നോക്കാം. നമ്മൾ ഇക്വേഷനിൽ പറഞ്ഞതുപോലെ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ n സെക്കൻഡ് ജനറലായിട്ട് എടുത്തതാണ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ n സെക്കൻഡ്, അതിനെ നമ്മൾ S1 എന്ന് വിളിച്ചു. S1 എന്ന് പറയുന്നത് UN പ്ലസ് ഹാഫ് AN സ്ക്വയർ ആണ്. ഇവിടെ ടി എന്ന് പറയുന്ന ടേമിന് പകരം n എന്ന ടേം വന്നു. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ n-1 സെക്കൻഡ്സ്, അതിനെ S2 എന്ന് വിളിച്ചു. ഇവിടെ n-ന് പകരം n-1 കൊടുത്താൽ മതി. S2 ഈസ് ഈക്വൽ ടു u ഇൻറ്റു n-1 പ്ലസ് ഹാഫ് a ഇൻറ്റു n-1 ഹോൾ സ്ക്വയർ. ഇനി ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ nth സെക്കൻഡ്, nth സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിനെ SN എന്നാണ് വിളിച്ചത്. ആ SN കിട്ടാൻ വേണ്ടി നമ്മൾ എക്സാമ്പിളിൽ പറഞ്ഞ പോലെ S1 മൈനസ് S2 ചെയ്താൽ മതി. S1 അതുപോലെ എടുത്ത് താഴേക്ക് എഴുതി, മൈനസ് S2 ഒരു സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാക്കിയിട്ട് എഴുതി വെച്ചു. ഇനി ഈ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ n-1 ഉണ്ട്. അതിനെ നമുക്ക് u ഉള്ളിലേക്ക് ഗുണിക്കാം. എന്താ വരിക? UN മൈനസ് u എന്ന് വരും. ഇവിടെ n-1 ഹോൾ സ്ക്വയർ എന്നൊരു ടേം ഉണ്ട്. അതിനെ a-b ഹോൾ സ്ക്വയർ ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്തെടുക്കാം. a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നതുപോലെ n സ്ക്വയർ മൈനസ് 2n പ്ലസ് 1 എന്ന് കിട്ടും. ഇനി ഈ സ്ക്വയർ ബ്രാക്കറ്റ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ നോക്കാം. അതായത് ഈ നെഗറ്റീവിനെ ഉള്ളിലേക്ക് കൊടുക്കാം. ഇവിടെ എന്താണ് വരിക? മൈനസ് UN എന്ന് വരും. ഈ മൈനസും കൂടി ചേർന്നിട്ട് പ്ലസ് u എന്നായി മാറും. മൈനസ് ഹാഫ് a n സ്ക്വയർ എന്ന ഒരു ടേം കിട്ടും. മൈനസ് ഹാഫ് a ഇൻറ്റു മൈനസ് 2n. ഇവിടെ എന്താ സംഭവിക്കുക? മൈനസും പ്ലസ് ആയി മാറും. മേലെയുള്ള 2ഉം താഴെയുള്ള 2ഉം തമ്മിൽ ക്യാൻസൽ ചെയ്തു പോവും. പിന്നെ ഇവിടെ ബാക്കി ഉണ്ടാവുന്നത് an ആണ്. മൈനസ് ഹാഫ് a ഇൻറ്റു 1 മൈനസ് ഹാഫ് a. അപ്പോൾ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിനെ എക്സ്പാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ടേമിലേക്ക് നോക്കുക.
ഇവിടെ യു എൻ ഉണ്ട്, മൈനസ് യു എൻ ഉണ്ട്, ഇത് രണ്ടും തമ്മിൽ ക്യാൻസൽ ചെയ്തു പോവും. പ്ലസ് ഹാഫ് എ എൻ സ്ക്വയർ ഉണ്ട്, മൈനസ് ഹാഫ് എ എൻ സ്ക്വയർ ഉണ്ട്, ഇത് രണ്ടും തമ്മിൽ ക്യാൻസൽ ചെയ്തു പോവും. അവസാനം നമുക്ക് ബാക്കിയാവുന്ന ടേംസ് ഈ കാണുന്നതാണ്, യു പ്ലസ് എ എൻ മൈനസ് ഹാഫ് എ. ഇവിടെ നിന്ന് എ കോമൺ ആണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് അടുത്ത ടേമിൽ നമുക്ക് എയെ പുറത്തേക്ക് എടുക്കാം. എ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്നത് എൻ മൈനസ് ഹാഫ് എന്നാണ്. അപ്പോൾ അവസാനത്തെ ഇക്വേഷനായിട്ട് നമുക്ക് എസ് എൻ ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ഇൻറ്റു എൻ മൈനസ് ഹാഫ് എന്നൊരു ഇക്വേഷൻ കിട്ടും. ഇത് ഒരു ഒബ്ജക്റ്റ് nth സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം കണ്ടെത്താനുള്ള ഒരു ഇക്വേഷനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നിർബന്ധമായിട്ട് പഠിച്ചു പോവുക. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫൈൻ ഇമ്പൾസ് ഓഫ് എ ഫോഴ്സ് ആൻഡ് ഷോ ദാറ്റ് ഇറ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഇമ്പൾസ് എന്ന് ഡിഫൈൻ ചെയ്യുക. ഇനി ഇമ്പൾസ് തന്നെയാണ് ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പ്രൂവ് ചെയ്യുക. ഇതാണ് ചോദ്യം. കുറേ തവണ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആദ്യം ഇമ്പൾസ് എന്താണെന്ന് നോക്കാം. ഇമ്പൾസിനെ കാണിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്ററാണ് ഐ. ഇമ്പൾസ് എന്ന് വെച്ചാൽ ഒരു വലിയ ഫോഴ്സ് കുറഞ്ഞ സമയത്തേക്ക് ആക്ട് ചെയ്യലാണ്. ഇതിനെ നമുക്ക് ഡിഫൈൻ ചെയ്യുമ്പോൾ ഇങ്ങനെ പറയാം, എ ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ ഷോർട്ട് ഇൻ്റർവെൽ ഓഫ് ടൈം. ഒരു എക്സാമ്പിളായിട്ട് ആണിയിൽ ഹാമർ കൊണ്ടടിക്കുന്നത് നമുക്ക് പറയാം. അപ്പോൾ എങ്ങനെയാണ് നമ്മളത് എഴുതുന്നത്? ബ്ലോ ഓഫ് എ ഹാമർ ഓൺ എ നൈൽ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇമ്പൾസിൻ്റെ ഇക്വേഷനാണ്. ഇമ്പൾസിൻ്റെ ഇക്വേഷനാണ് അടുത്ത് എഴുതിയിട്ടുള്ളത്. ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടൈം. അതിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡ്. ഇനി നമ്മുടെ കയ്യിലുള്ളൊരു ഇക്വേഷനാണ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ. എഫ് ഈസ് ഈക്വൽ ടു എം വി മൈനസ് എം യു ബൈ ടി. ഇതിൽ എം വി എന്ന് പറയുന്നത് ഫൈനൽ മൊമെൻറ്റമാണ്, എം യു ഇനീഷ്യൽ മൊമെൻറ്റമാണ്, ടി ടൈമാണ്. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ വായിക്കാം, ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനീഷ്യൽ മൊമെൻറ്റം ബൈ ടി ഈസ് ഈക്വൽ ടു എഫ്. ഇത് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. ഇനി ഇമ്പൾസിൻ്റെ ഇക്വേഷൻ എഴുതാം. അത് എഫ് ഇൻറ്റു ടി ആണ്. എഫിന് പകരം എം വി മൈനസ് എം യു ബൈ ടി കൊടുക്കാം. ഇനി എന്താണ് ഇവിടെ സംഭവിക്കുക? മുകളിലുള്ള ടിയും താഴെയുള്ള ടിയും തമ്മിൽ ക്യാൻസൽ ചെയ്തു പോകും. പിന്നെ ഇവിടെ ബാക്കി ഉണ്ടാവുന്നത് എം വി മൈനസ് എം യു എന്ന് പറയുന്ന ടേമാണ്. ഐ എന്ന ഇമ്പൾസ് ഈസ് ഈക്വൽ ടു എം വി മൈനസ് എം യു, അതായത് ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനീഷ്യൽ മൊമെൻറ്റം. ഇതാണല്ലോ ചേഞ്ച് ഇൻ മൊമെൻറ്റം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എന്താണ് കണ്ടത്? ഇമ്പൾസ് എന്നത് ചേഞ്ച് ഇൻ മൊമെൻറ്റം തന്നെയാണ്. ഓക്കെ, 8th ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫൈൻ ദ ടേംസ് ഫോഴ്സ്, മൊമെൻറ്റം ആൻഡ് ഇമ്പൾസ്. കുറേ തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ ദ ടേംസ് ഫോഴ്സ്, മൊമെൻറ്റം ആൻഡ് ഇമ്പൾസ്. ഇവിടെ ഫോഴ്സ് എന്താണ് എന്നാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ഫോഴ്സ് എന്ന് പറയുന്നതിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോയിൽ നിന്നാണ്. അവിടെ നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്, ഫോഴ്സ് ഈസ് ദാറ്റ് വിച്ച് ചേഞ്ച് ഓർ ടെൻസ് ടു ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് എ ബോഡി. ഒരു ബോഡിയുടെ സ്റ്റേറ്റിനെ ചേഞ്ച് ചെയ്യുന്നതോ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നതോ ആയ ഒന്നാണ് ഫോഴ്സ്. ഒരു ബോഡിയുടെ സ്റ്റേറ്റ് എന്നത് അത് അതിൻ്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആവാം, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ് ഓഫ് മോഷൻ ആവാം. ഈ രണ്ടിലേതെങ്കിലും ഒരു സ്റ്റേറ്റിനെ ചേഞ്ച് ചെയ്യുകയോ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നതോ ആയ ഒന്നാണ് ഫോഴ്സ്. ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. എഫ് ഇസ് ഈക്വൽ ടു എം എ ആണ്, മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്, യൂണിറ്റ് ന്യൂട്ടൺ. അടുത്ത മൊമെൻറ്റം. മൊമെൻറ്റത്തിനെ കാണിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്ററാണ് പി. മൊമെൻറ്റം എന്ന് പറയുന്നത് ഒരു മൂവ് ചെയ്യുന്ന ബോഡിയുടെ പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ മൂവിങ് ബോഡി എന്നെഴുതാം. ഇനി എന്താണ് മൊമെൻറ്റം എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. മൊമെൻറ്റം എന്ന് പറയുന്നത് മാസിൻ്റെയും വെലോസിറ്റിയുടെയും പ്രൊഡക്റ്റാണ്. അപ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാം? പി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി എന്നെഴുതാം. യൂണിറ്റ് എന്താ? മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം, വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ് കിലോഗ്രാം. 9th ക്വസ്റ്റ്യൻ. ഇല്ലുസ്ട്രേറ്റ് ന്യൂട്ടൺസ് തേർഡ് ലോ വിത്ത് ആൻ എക്സാമ്പിൾ. എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ ഓഫ് റീകോയിൽ ഓഫ് ഗൺ ആൻഡ് ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ റീകോയിൽ വെലോസിറ്റി. പല തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ന്യൂട്ടൻ്റെ തേർഡ് ലോ ഒരു എക്സാമ്പിളോട് കൂടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനും റീകോയിൽ ഓഫ് എ ഗണ്ണ് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാനും
റീകോയിൽ വെലോസിറ്റിക്ക് ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനുമാണ്. നമ്മൾ ന്യൂട്ടൻ്റെ തേർഡ് ലോ ഒരിക്കൽ കണ്ടതാണ്. ന്യൂട്ടൻ്റെ തേർഡ് ലോ ഓഫ് മോഷൻ, ടു എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇനി റീകോയിൽ ഓഫ് എ ഗണ്ണ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഫയർ ചെയ്യുന്നതിന് മുമ്പ് ഗണ്ണിൻ്റെയും ബുള്ളറ്റിൻ്റെയും ടോട്ടൽ മൊമെൻറ്റം 0 ആയിരിക്കും. ഗണ്ണും മൂവ് ചെയ്യുന്നില്ല, ബുള്ളറ്റും മൂവ് ചെയ്യുന്നില്ല. ഇനി എപ്പോഴാണോ നമ്മൾ ട്രിഗർ പുൾ ചെയ്യുന്നത്, അപ്പോൾ ഗണ്ണിൻ്റെ ഉള്ളിൽ ഹൈ പ്രഷറിൽ ഒരു ലാർജ് വോളിയം ഓഫ് ഗ്യാസ് ഫോം ചെയ്യും. അപ്പോൾ ഇത് കാരണം ഇത് ബുള്ളറ്റിനെ ഹൈ വെലോസിറ്റിയിൽ മുന്നിലേക്ക് തള്ളും. അപ്പോൾ ബുള്ളറ്റ് ഹൈ വെലോസിറ്റിയോട് കൂടിയിട്ട് തോക്കിൽ നിന്ന് പുറത്തേക്ക് പോകും. അപ്പോൾ ടോട്ടൽ മൊമെൻറ്റം 0 ആയിരുന്നല്ലോ ബിഫോർ ഫയറിങ്. അപ്പോൾ ബുള്ളറ്റിന് ഇപ്പോൾ ഒരു ഫോർവേഡ് മൊമെൻറ്റം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗണ്ണ് എന്ത് ചെയ്യും, ആ ഫോർവേഡ് മൊമെൻറ്റത്തിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗണ്ണ് ബാക്കിലേക്ക് മൂവ് ചെയ്യും. ഇതിനെയാണ് റീകോയിൽ ഓഫ് എ ഗണ്ണ് എന്ന് വിളിക്കാറ്. അപ്പോൾ ഗണ്ണ് ഏത് വെലോസിറ്റിയോട് കൂടിയിട്ടാണോ ബാക്കിലേക്ക് മൂവ് ചെയ്യുന്നത്, ആ വെലോസിറ്റിയാണ് റീകോയിൽ വെലോസിറ്റി. ഇനി എങ്ങനെയാണ് നമുക്കിത് എഴുതി വെക്കാമെന്ന് നോക്കാം. വെൻ എ ബുള്ളറ്റ് ഈസ് ഫയർഡ് ഫ്രം എ ഗൺ, the explosive charge forms a large volume of gas at great pressure. This pressure sends the bullet forward with a high velocity. ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. Total momentum of the bullet and the gun before firing is 0. Total momentum before firing should be equal to the total momentum after firing. ഇത് law of conservation of momentum നിന്ന് കിട്ടുന്നതാണ്. ബിഫോർ ഫയറിങ്ങിലുള്ള ടോട്ടൽ മൊമെൻറ്റവും ആഫ്റ്റർ ഫയറിങ്ങിലുള്ള ടോട്ടൽ മൊമെൻറ്റവും ഈക്വൽ ആയിരിക്കണം. To balance the forward momentum of the bullet, the gun moves backwards with a velocity called recoil velocity. അപ്പോൾ ബുള്ളറ്റിൻ്റെ ഫോർവേഡ് വെലോസിറ്റിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗണ്ണ് ബാക്കിലേക്ക് ഒരു റീകോയിൽ വെലോസിറ്റിയോട് കൂടിയിട്ട് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ. ഇനി നമുക്ക് റീകോയിൽ വെലോസിറ്റിക്ക് ഒരു എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാം. നമ്മൾ ചില ടേംസ് എടുക്കുന്നുണ്ട്. ക്യാപിറ്റൽ എം മാസ് ഓഫ് ദ ഗണ്ണാണ്, സ്മോൾ എം മാസ് ഓഫ് ദ ബുള്ളറ്റ് ആണ്, സ്മോൾ വി വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റ്, ക്യാപിറ്റൽ വി വെലോസിറ്റി ഓഫ് ദ ഗണ്ണ്. ഇനി നമുക്കറിയാം ടോട്ടൽ മൊമെൻറ്റം ബിഫോർ ഫയറിംഗ് ഈസ് ഈക്വൽ ടു 0. ബൈ ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം പ്രകാരം total momentum before firing should be equal to total momentum after firing. Total momentum before firing 0 ആണ്. After firing capital M capital V plus small m small v ആണ്. അതായത് ഗണ്ണിൻ്റെ മൊമെൻറ്റം പ്ലസ് ബുള്ളറ്റിൻ്റെ മൊമെൻറ്റം. ഇനി ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സ്മോൾ എം വിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ സ്മോൾ എം വി എന്നുള്ളത് മൈനസ് എം വി ആയി മാറും. മൈനസ് സ്മോൾ എം വി ആയി മാറും. നമുക്കിവിടെ കാണേണ്ടത് റീകോയിൽ വെലോസിറ്റിയാണ്, അത് ക്യാപിറ്റൽ വി ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്യാപിറ്റൽ വിയെ അവിടെ നിർത്തിയിട്ട് ക്യാപിറ്റൽ എമ്മിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, മൈനസ് എം വി ബൈ ക്യാപിറ്റൽ എം എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് റീകോയിൽ വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ. ക്യാപിറ്റൽ വി ഈസ് ഈക്വൽ ടു മൈനസ് എം വി ബൈ ക്യാപിറ്റൽ എം. ഈ വീഡിയോയിലെ അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ് നമ്മൾ. 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ റോക്കറ്റ് പ്രൊപ്പൽഷൻ. ഒക്ടോബർ 2017 ഒക്ടോബർ 2015 ഒക്കെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് പറയാൻ പോകുന്നത് എങ്ങനെയാണ് റോക്കറ്റ് പ്രൊപ്പൽ ചെയ്യുന്നത്. ഓപ്പറേഷൻ ഓഫ് എ റോക്കറ്റ് ഈസ് അനദർ എക്സാമ്പിൾ ഓഫ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റത്തിൻ്റെ ഒരു എക്സാമ്പിളാണ് റോക്കറ്റ് പ്രൊപ്പൽഷൻ. ആദ്യത്തെ പോയിന്റ് ഇതാണ്, ഇനീഷ്യൽ മൊമെൻറ്റം ഓഫ് ദ സിസ്റ്റം ഈസ് 0. സിസ്റ്റത്തിൻ്റെ അതായത് റോക്കറ്റിൻ്റെ ഇനീഷ്യൽ മൊമെൻറ്റം 0 ആണ്. ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഇതാണ്. ഇൻ എ റോക്കറ്റ് ദ എക്സോസ്റ്റ് ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ കമ്പഷൻ ഓഫ് ദ ഫ്യൂവൽ എസ്കേപ്സ് ത്രൂ ദ നോസിൽ വിത്ത് ഹൈ വെലോസിറ്റി. റോക്കറ്റിൻ്റെ കമ്പഷൻ ചേംബറിൽ വെച്ച് ഫ്യൂവൽ ബേൺ ചെയ്യും. അതിൻ്റെ ഫലമായി ഒരു എക്സോസ്റ്റ് ഗ്യാസ് ഉണ്ടാവും. ആ എക്സോസ്റ്റ് ഗ്യാസ് ഹൈ പ്രഷറിൽ പുറത്ത് നോസിലൂടെ പുറത്തേക്ക് ചീറ്റും. അപ്പോൾ ഈ എക്സോസ്റ്റ് ഗ്യാസിന് ഒരു ഹൈ മൊമെൻറ്റം ഉണ്ടായിരിക്കും. അതാണ് അടുത്തായിട്ട് എഴുതിയിട്ടുള്ളത്. ഇറ്റ് പൊസസസ് എ ഹൈ മൊമെൻറ്റം. അപ്പോൾ ഇനീഷ്യൽ മൊമെൻറ്റം ഓഫ് ദ സിസ്റ്റം 0 ആണെന്ന് നമ്മൾ മുമ്പ് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ താഴേക്കൊരു മൊമെൻറ്റം കിട്ടി. അപ്പോൾ ഇനി റോക്കറ്റ് എന്ത് ചെയ്യേണ്ടി വരും,
ഈ താഴേക്ക് വന്ന മൊമെൻറ്റത്തിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി റോക്കറ്റ് മേലേക്കൊരു മൊമെൻറ്റം കൊടുത്തേ തീരൂ. അതാണ് ഇനി നമ്മൾ എഴുതാൻ പോകുന്നത്. ദ ഡൗൺവേർഡ് മൊമെൻറ്റം ഓഫ് ദ എക്സോസ്റ്റ് ഗ്യാസ് ഈസ് ബാലൻസ്ഡ് ബൈ ദ അപ്വേർഡ് ത്രസ്റ്റ് ഓഫ് ദ റോക്കറ്റ്. ഈ എക്സോസ്റ്റ് ഗ്യാസിൻ്റെ ഡൗൺവേർഡ് മൊമെൻറ്റത്തിനെ നമ്മൾ എങ്ങനെയാണ് ബാലൻസ് ചെയ്തതായിട്ട് കാണുന്നത്? റോക്കറ്റിൻ്റെ അപ്വേർഡ് ത്രസ്റ്റ് ആയിട്ട്, റോക്കറ്റിൻ്റെ മുകളിലേക്കുള്ള കുതിപ്പായിട്ടാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. സോ ദ റോക്കറ്റ് മൂവ്സ് അപ്വേർഡ് വിത്ത് എ ഹൈ വെലോസിറ്റി. അതായത് നമുക്ക് ഇങ്ങനെ പറയാം, ഈ മൊമെൻറ്റം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് റോക്കറ്റ് ഹൈ വെലോസിറ്റിയിൽ മുകളിലേക്ക് കുതിക്കും. ഇതാണ് ഇതിൻ്റെ ആൻസർ. വളരെ സിമ്പിളാണ്, പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ടോട്ടലായിട്ട് നോക്കി. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണെല്ലാം, തിയറി ക്വസ്റ്റ്യൻസ് ആണ് മൊത്തം. ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നുള്ള പല ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്ന് റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒന്നാണിത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ഈ ഒരു 10 ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ പഠിച്ചിട്ട് പോയാൽ നമുക്ക് ഇനി വരാൻ പോകുന്ന എക്സാമിൽ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ബെസ്റ്റ് വിഷസ്. താങ്ക് യു. അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം.